സ്വാമിയെ ശരണമയ്യപ്പ. അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കൺമഷി. ചില പുരുഷന്മാർ കാണാം കൺമഷി കൊണ്ട് കുറി ഇട്ട് പോകണം. ഇത് നമ്മളെ കുറി കൺമഷിയല്ല കേട്ടോ, ഇത് ഗണപതി ഹോമത്തിൻ്റെയാണ്. ഇത് സാധിക്കുവെച്ചാൽ അത് നിത്യം അണിയുക. സാധിക്കായെന്നില്ല, എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഈ കൺമഷി സ്ത്രീകൾ കണ്ണിൽ എഴുതണ കൺമഷി അതെടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറി ഇട്ടിട്ട് വരുന്നത് കാണാം. അപ്പോൾ കൺമഷി ഒരിക്കലും നമ്മൾ തിലകത്തിൽ കൂട്ടില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഇണയോടുള്ള ഒരു അടുപ്പം കാണിക്കാനാണ്. എവിടെ പോയാലും കുഴപ്പമില്ലാതെ തിരിച്ചു വരും. മറ്റാളെ അല്ലാതെ വേറൊരാളെ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്രായം മാത്രമാണത്. കുറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഗണപതി ഹോമത്തിൽ നിന്ന് ഹോമകുണ്ടത്തിൽ നിന്ന് തരുന്നതാണ്. പിന്നെ ഭസ്മം അറിയാലോ, ഭസ്മല്ലാതെ ഒന്നും നടക്കില്ല. പാപഭസ്മ പുനഃ ശുചയേ നമ. അതായത് ചുടലഭസ്മം വാരി അണിഞ്ഞിട്ട് തന്നെയാണ് ഏതൊരു തന്ത്രിവര്യനും ഹോമത്തിനും യജ്ഞത്തിനും എന്ത് കാര്യത്തിനും ഇരിക്കുക. വെളുത്ത ഭസ്മവും കറുത്ത ഭസ്മവും രണ്ടും രണ്ടാ. അപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ കാണുന്നുണ്ടല്ലേ ചാന്ത് കൊണ്ട് കുറിയിടുക. അപ്പോൾ അതൊക്കെ അവർ ഈശ്വരൻ്റെ അടുത്തേക്കുള്ള അടുപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അറിയാലോ, അതൊരു കല്യാണം കഴിഞ്ഞൊരു ഗൃഹസ്ഥാശ്രമിയായിട്ട് കുടുംബത്തിലെ കാര്യം നോക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം അത് ചാർത്താനുള്ള തിലകങ്ങൾ പല വിധത്തിൽ പല കളറിലുണ്ട്, പല വർണ്ണത്തിലുണ്ട്. നാട് ദേശം അനുസരിച്ച് മാറും. കുങ്കുമങ്ങളാണിച്ചെങ്കിലും എന്ത് പൊടിയിൽ, അതായത് ചൂർണ്ണമായിട്ട് ചൂർണ്ണ രൂപത്തിലുള്ള എന്ത് തിലകങ്ങളാണിച്ചെങ്കിലും അതിനൊക്കെ ഓരോ കളറുകളുണ്ട്. കറുപ്പ്, വെള്ള, പച്ച, മഞ്ഞ തുടങ്ങി വിവിധ ഇനത്തിൽ കിട്ടും. പക്ഷേ അതുമാതിരിയാണ് അറിയാലോ, ഒരു ബിസിനസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാന്ത് കൺമഷി ഒരു പൂരത്തിനൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കുപ്പിവിള അതൊക്കെ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. അത് തേടി പോണവർക്കേ കിട്ടുള്ളൂ. കുപ്പിവിളകൾ, ചാന്ത്, കൺമഷി അങ്ങനെയൊക്കെയാണ് ഈ പാട്ടുകൾ, നാടൻ പാട്ടുകളിലെ ഉദ്ഭവം തന്നെ. നമ്മൾ ശരിക്കൊന്ന് വീക്ഷിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല വരികളും വരും, നല്ല കവിതകളും വരും. അപ്പോൾ ഐ ടു ഐ ശ്രദ്ധിക്കുക എപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, കുട്ടികൾക്കൊക്കെ കൺമഷിയുടെ കുറിയൊക്കെ ഇട്ട് പോവുക. വലിയ ഒന്നിനാത്രം പോകുന്ന ആളുകളാവുമ്പോൾ അങ്ങനെ ആളുകളെ കബളിപ്പിക്കാതിരിക്കുക എന്ന് പറയാം. കാരണം ആ ഗുണം നമ്മൾ ഒരു ഗണപതി ഹോമത്തിന് ചെയ്ത് അതിൽ നിന്നെടുക്കുന്ന ശിഷ്ടം ഗണപതി പ്രസാദിച്ച് അതിൽ പല മൂലികകളും ഉണ്ടല്ലോ ഗണപതി ഹോമത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നെ പറയാം. ഗണപതി ഹോമം എന്തിനാണ് ചെയ്യുക, ഗണപതി ഹോമത്തിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ള അതിനുള്ള ചമതകൾ എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ വിശദമായിട്ട് നമ്മളെ വീഡിയോയിൽ വരും. ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നമ്മളത് തരും. അപ്പോൾ ആ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തിയുണ്ട്, പവറുണ്ട്. അപ്പോൾ കൺമഷി ഈ കളറും രണ്ടും രണ്ടാണ് എന്നർത്ഥം. പക്ഷെ കൺമഷിക്കാരെ നമ്മൾ മറക്കരുത്. കാരണം നമ്മളൊരു ക്ഷേത്രത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ കൺമഷിയും ചാന്തും എവിടെയാണെന്നാണ് ചോദിക്കുക. ഒരു വർണ്ണം മതി. അതായത് ഒരു ചുവന്ന കുറിയുടെ അർത്ഥം അതിന് രക്തം കൂടി അർത്ഥമുണ്ട്. 4-ാം വേദത്തിൽ രക്തം അറിയാലോ, രക്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. രക്തം ഭക്ഷണമാക്കുന്ന ദേവതകളുണ്ട് ഹൈന്ദവാചാരത്തിൽ, രക്തവും മാംസമൊക്കെ. അപ്പോൾ കൂടുതൽ അറിവുകളിലേക്ക് ഒരു സാധാരണക്കാരനെ എങ്ങനെ ഭയമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത്യാവശ്യം ഭയപ്പെടേണ്ട മേഖലയാണ് താന്ത്രികാവകാശങ്ങളും താന്ത്രിക സ്ഥാനങ്ങളും മാന്ത്രികരുമായിട്ട് ഇടപെടുന്ന ആളുകളൊക്കെ അത്യാവശ്യം ഭയപ്പെട്ട മേഖല കൂടെയാണ് കടന്നു പോവുക. ദിവസവും അവർ ഇനി എന്ത് വെച്ചിട്ട് ഇറങ്ങുക. ശക്തിയും വീര്യമൊന്നും കുറയിലില്ല. പിന്നെ ഇനിയിപ്പോൾ വീര്യ സംരക്ഷണം
വീര്യ സംരക്ഷണത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ് വീര്യം, എന്തിനാണ് അത് സംരക്ഷിക്കുന്നത്? അപ്പോൾ അത് നമ്മളെ ചാനലിൽ ഉടനെ വരും, ക്ഷമിക്കണം. അപ്പോൾ അതെന്തിനാണ് ഒരു സാധാരണപ്പെട്ട ഒരാൾ എന്തിനാണ് ഈ വീര്യം സംരക്ഷിച്ച് പിടിക്കുന്നത്, അതെന്തിനാണ് ആ ആചാരം എന്നൊക്കെ ഉള്ളത് നമ്മൾ നമ്മളുടെ ചാനലിൽ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരും. വീര്യ സംരക്ഷണം ചില കർമ്മങ്ങൾക്ക് അത്യാവശ്യമാണ്, ചിലതിന് കുഴപ്പമില്ല. ചില കർമ്മങ്ങൾക്ക് വീര്യ സംരക്ഷണം അത്യാവശ്യമാണ്. രക്തബീജ കുലാന്തക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ശ്ലോകങ്ങളും പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ മജ്ജി, മാംസവും, രക്തവും, ബീജവും അണുക്കളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ നമ്മളുടെ ചാനലിൽ കാണുകയും പങ്ക് ചെയ്യുകയും, അതായത് ഷെയർ ചെയ്യുക, പങ്കിടുന്നവരും ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യണമുണ്ട്, പങ്കിടണമുണ്ട്. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സ്വാമിയെ ശരണമയ്യപ്പ.